സുധാകരൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ചികിത്സയിലായിരുന്നു, അതിനുശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ വീട്ടിലെത്തി കണ്ടതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ആരോഗ്യാവസ്ഥ പോലും വകവയ്ക്കാതെ അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തുകയാണ്. പരിക്കുണ്ട്, ആ പരിക്കിൽ നിന്ന് മോചിതനായി വരികയാണ് ജി സുധാകരൻ. എസ് ശരത്ത് നമുക്കൊപ്പം ഉണ്ട്. ശരത്ത്, ജനവിധി രേഖപ്പെടുത്തുക, ആ അവകാശം വിനിയോഗിക്കാൻ വിശ്രമത്തിലായിരുന്നുവെങ്കിലും ജി സുധാകരൻ എത്തിയ ദൃശ്യമല്ലേ നമ്മൾ കാണുന്നത്? സുജയ, നിലവിൽ മുൻമന്ത്രി ജി സുധാകരൻ കൂടി ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പറവൂർ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലേക്കാണ് ഇപ്പോൾ ജി സുധാകരൻ എത്തിയിരിക്കുന്നത്. പിന്നെ വടക്കു പഞ്ചായത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ വോട്ടുള്ളത്. ഭാര്യ ജൂബിലി നോപ്രഭയ്ക്കൊപ്പമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം നേരത്തെ ശുചിമുറിയിൽ വീണ് കാലിന് പരിക്ക് പറ്റിയിരുന്നു. കാലിന് സർജറി അടക്കം കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം നേരിട്ട് അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഈ വയ്യാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഊന്നുവടിയുമായാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിന്റെ മുൻപിൽ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നടക്കുന്നതിന് പ്രയാസമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കാൻ ഒരു കസേര നൽകിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ബൂത്തിനകത്തേക്ക് കയറും. പിന്നീട് വോട്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ജി സുധാകരനും ഭാര്യയും ഒപ്പമാണ് ഇപ്പോൾ ഈ പുന്നപ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കാലിൽ നമുക്കറിയാം സർജറി കഴിഞ്ഞ് ദീർഘനാളായി കഴിഞ്ഞ കുറേ ദിവസമായി കിടപ്പിലാണ്. 3 മാസത്തെ വിശ്രമം ഡോക്ടർ ഉൾപ്പെടെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും വോട്ട് ചെയ്യുക എന്നുള്ളത് മുടക്കാതെ അദ്ദേഹം എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ചെയ്യാറുള്ള കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മുടക്കം വരുത്തുന്നില്ല. വയ്യാത്ത സമയത്തായിരുന്നെങ്കിൽ പോലും അദ്ദേഹം നേരിട്ടെത്തി വോട്ട് ചെയ്യുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പോളിംഗ് ബൂത്തിന് അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഊന്നുവടിയുടെ സഹായത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ നടക്കുന്നത്. കാലിന്റെ വലിയ 3 പൊട്ടലുണ്ട്. ശുചിമുറിയിൽ വീണതിന് പിന്നാലെ വലിയ പരിക്കെന്ന് അദ്ദേഹത്തിന് പറ്റിയതാണ്. നേരത്തെ ആശുപത്രിയിലും പിന്നീട് വീട്ടിലുമായി അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. വിശ്രമം 3 മാസത്തെ. ശരത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രി ജി സുധാകരൻ വിശ്രമത്തിലായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വോട്ട് ചെയ്യാനായി ജി സുധാകരൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ നേരത്തെ വീട്ടിലെത്തി മുഖ്യമന്ത്രി കണ്ടിരുന്നു. ആശുപത്രിയിൽ മന്ത്രി സജി ചെറിയാനും ഒക്കെ സന്ദർശിച്ചത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായും ഭേദമായിട്ടില്ല, കാലിന് പരിക്കുണ്ട്. ആ പരിക്കുണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പറവൂർ HSSലാണ് ജി സുധാകരന് വോട്ട്. അവിടേക്ക് ഇപ്പോൾ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം എത്തി വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പറവൂർ HSSൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ജി സുധാകരൻ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ജനാധിപത്യത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:15. ഇനിയും വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കരുതി ആലോചിച്ച് ആരെങ്കിലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്. വോട്ട് ചെയ്യാനായി പോവുക. കണ്ടില്ലേ, ആരോഗ്യാവസ്ഥ മോശമായിരുന്നിട്ടും വിശ്രമത്തിലായിരുന്നിട്ടും മുൻമന്ത്രി ജി സുധാകരൻ അനുകരണീയമായ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. പൂന്തുറ സെന്റ് തോമസ്